ഇവിടെ എഞ്ചിനീയേഴ്സ് ആരൊക്കെ ഉണ്ട്? ഇല്ല. താത്ത ചുമ്മാ ചോദിച്ചാ, ഞാൻ കൊമേഴ്സ് ആണ്. അഹം ബ്രഹ്മാസ്മി. ഭക്ഷ്യച്ചങ്ങലയുടെ ഏറ്റവും താഴെയുള്ള ജീവി എന്ന് പറയുന്നത് മണ്ണിരയാണെങ്കിൽ പഠനച്ചങ്ങലയുടെ ഏറ്റവും താഴെയുള്ള ജീവി എന്ന് പറയുന്നത് കൊമേഴ്സുകാരാണ്. ഇത് പറഞ്ഞ ഞാനല്ല, എൻ്റെ അച്ഛനാണ്. അതായത് 10ാം ക്ലാസ് സമയത്ത് ഞാൻ പഠിപ്പിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരാളായിരുന്നു. സ്റ്റാഫ് റൂമിൽ പോവുക, ചോക്ക് എടുക്കാനെന്നുള്ള വ്യാജേന പോയിട്ട് അവിടെ ചെന്ന് ടീച്ചറിനോട് പറയുക ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ എൻ്റെ ചങ്ക് കൂട്ടുകാരി കേട്ടോ, അവൾ വന്ന് 2 മാർക്ക് ഇംഗ്ലീഷ് പേപ്പറിന് കൂടുതലാന്ന് പറയുമ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് അത് കുറപ്പിക്കുക. പിന്നെ ടെസ്റ്റിൻ്റെ തലേ ദിവസം ഇരുന്ന് 2-3 തവണയൊക്കെ റിവിഷൻ ചെയ്തിട്ട് പിള്ളേരെ വിളിച്ചിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏതാനും ചില കുലസിത പ്രവൃത്തികൾ. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. എനിക്ക് 86% മാർക്ക്. വൻ പൊളി, എനിക്ക് സന്തോഷം. പക്ഷെ സന്തോഷം നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിലനിർത്താൻ പറ്റില്ല, നമ്മൾ രണ്ടുപേരെ വിളിച്ചു പറയണം. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് പിള്ളേരെയൊക്കെ വിളിച്ചു, ഹലോ എങ്ങനെയുണ്ട്, മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ചട്ടിക്ക് എണ്ണം കൊടുത്ത് നടന്നവന്മാർക്ക് വരെ 90-ന് മേലെ മാർക്ക്. ഞാൻ തകർന്നുപോയി. അതായത് ഷോട കുടിച്ച ഗ്യാസ് വരും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൽ ദുരന്തം വന്നാൽ റോസമാൻറ്റി വരും. അമ്മയുടെ വളരെയധികം ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഇന്നും മണത്തെറിഞ്ഞു വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ മോളെ, വിചാരിച്ചത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ. സാരമില്ല. പിന്നെ രവിച്ചേട്ടാ, ഷിബിൻ മോന് 92% മാർക്കുണ്ട്. അവൻ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനില്ല ഇപ്പം. പിന്നെ മോക്ക് പ്രശ്നമില്ലല്ലോ, ഏത് ഗ്രൂപ്പും. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, ഞാൻ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മി. കാരണം മനുഷ്യനെ കൊണ്ട് താങ്ങൂല. അതെല്ലാം കഴിഞ്ഞ് ആൻറ്റി പോയി. ഞാനിങ്ങനെ ആലോചിച്ചു, 10ാം ക്ലാസ് എന്ന വൻമരം വീണു, ഇനി എന്ത്? ഇനിയും ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് എല്ല് മുറിയെ പണിഞ്ഞ പല്ല് മുറിയെ തിന്നാവുന്നായിരുന്നു. പക്ഷെ ഇത് വാർക്കപ്പണിയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മുതലുള്ള ജീവിതം ഉഴപ്പി തീർക്കും, കൊമേഴ്സ് എടുക്കാം. പക്ഷെ നിങ്ങൾ ഒരു തീരുമാനവും തീരുമാനിക്കുന്നില്ല. നമ്മൾ ഓരോ വലിയ ലൈഫ് ഡെസിഷൻസും ഷോപ്പിംഗ് കാർട്ടിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം, ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് അച്ഛൻ്റെയാണ്, OTP വരുന്നത് അമ്മയുടെ ഫോണിലാണ്. അതുകൊണ്ട് ഞാൻ ഫുള്ളൊരു അന്ന് അതായത് എഞ്ചിനീയറും ഡോക്ടേഴ്സും ആയിരുന്നു ട്രെൻഡിങ്, അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് പഠിച്ച് എൻ്റെ അമ്മയുടെ അടുക്ക പോയി പറഞ്ഞു, അമ്മ എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് IAS ഓഫീസർ ആവണം. അതിൻ്റെ ആദ്യ പടിയായി ഞാൻ കൊമേഴ്സ് എടുക്കുന്നു. അമ്മ ഫ്ലാറ്റ്, പിന്നെ അച്ഛൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കൂൾ ബോയ് പറഞ്ഞു, ആദ്യത്തെ റോയിൽ സയൻസ് മാത്സുകാർ, രണ്ടാമത്തെ റോയിൽ കമ്പ്യൂട്ടറുകാർ, മൂന്നാമത്തെ റോയിൽ അതായത് ലാസ്റ്റ് റോയിൽ കൊമേഴ്സുകാർ അഡ്മിഷന് നിൽക്കേണ്ടതാണ്. ഈ ലാസ്റ്റ് റോയിൽ കൊമേഴ്സുകാർ അഡ്മിഷന് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് 60 ഡെസിബിളിലാണെങ്കിൽ അത് വന്ന് എൻ്റെ അമ്മയുടെ ഇയർ ഡ്രമ്മിൽ തട്ടിയത് 80 ഡെസിബിൾ. നേരെ 1.5x ഹൃദയത്തിലേക്ക്, എന്നിട്ട് 110 ഡെസിബിളിൽ വെളിയിലോട്ട്. അതെ, എൻ്റെ മോള് കൊമേഴ്സ് എടുക്കുന്നത് ഉഴപ്പാനല്ല, അവക്ക് IAS ഓഫീസർ ആവണം. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ സോങ് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ എനിക്ക് പരാതികളൊന്നുമില്ല. അത്രയും കാലം പട്ടി വിലയായിരുന്ന, നോ ഒഫൻസ് ടു ഡോഗ് ലവേഴ്സ്, ആ സ്കൂളിൽ എനിക്ക് ബഹുമാനം എന്ത് എന്ന് മനസ്സിലായത് അന്നാണ്. കാരണം അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ചോക്കൊക്കെ എടുക്കാൻ ചെന്നാൽ ഉടനെ ടീച്ചേഴ്സ് പറയും, എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചോക്ക് വിടില്ലായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിട്ടാൽ പോരായിരുന്നോ, ചോക്ക് ബോക്സോടെ തരായിരുന്നല്ലോ. പക്ഷേ എല്ലാ കള്ളിയും ഒരു നാൾ വെളിച്ചത്ത് വരും. അതായിരുന്നു എൻ്റെ BCom സമയം. BCom എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ IAS ട്രെയിനിങ്ങിനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉടായ്പ മണത്തു. അന്ന് ആദ്യത്തെ അവധിക്ക് ഞാൻ വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഒരവശബ്ദം, റോസമാൻറ്റി. പുള്ളിക്കാരുടെ തല 90 ഡിഗ്രി എന്നിലേക്ക് നോക്കി നിൽക്കുന്നു. അതായത് അവർക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. കയറി വന്നില്ല അതിനു മുന്നേ, മോളെ
IAS കോച്ചിങ്ങിന്റെ ഇടയ്ക്ക് ചാടി പോകുന്നതായിരിക്കും അല്ലയോ? ഞാൻ അഹം ബ്രഹ്മാസ്. പിന്നെ രവിചേട്ടാ, ഷിബിൻ മോൻ നീറ്റ് കോച്ചിങ്ങിന് പോവാ. അവന് കാർഡിയാക് സർജൻ ആവണമെന്ന ആഗ്രഹം. പിള്ളേർക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലയോ? അങ്ങനെ ഒരു ബോംബ് ഇട്ടിട്ട് റോസമാൻഡി അവിടുന്ന് പോയി. ഞാൻ എന്തായാലും വിട്ടുകൊടുത്തില്ല. BCom നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സാമാന്യം ഇവിടുത്തെ യുവജനങ്ങളെ പോലെ തന്നെ എനിക്കും ഒരു നല്ല ജോലി കിട്ടിയില്ല. ഒടുവിൽ എനിക്ക് മനസ്സിലായി MBA എടുത്തേ തീരുന്നു. അങ്ങനെ MBA എടുക്കാൻ ഞാൻ പോയി. MBA എടുക്കാൻ പോകുമ്പം MBAയുടെ BBAയുടെ അഡ്മിഷൻ ഒരുമിച്ച് നടക്കുക. അപ്പം നമ്മൾ ജൂനിയേഴ്സിനൊക്കെ ഒന്ന് പോയി കാണണമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് കണ്ടപ്പോൾ ഒരു പരിചിതമായ മുഖം. ആരാ? ഷിബിൻ മോൻ. എന്റെ മനസ്സിൽ ഏ പ്രഭു ഏ ക്യാ ഹുവാ. നീറ്റ് എക്സാം ഒക്കെ പൊട്ടി ആകെ സങ്കടപ്പെട്ട് BBAയുടെ അഡ്മിഷന് വന്നേക്കുക. ഞാൻ അങ്ങോട്ട് 0.5x നടന്നു നീങ്ങി. പക്ഷേ തൊട്ടപ്പുറത്ത് റോസമാൻഡി. അവരുടെ മുഖം 90 ഡിഗ്രി എന്നിൽ നിന്ന് മാറി. അതായത് അവർക്ക് എന്നോട് മിണ്ടുവേ വേണ്ട. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ആൻറ്റി ഹാർട്ട് ഓപ്പറേഷന്റെ ഇടയ്ക്ക് ഇടവേള കിട്ടിയപ്പോൾ ചാടി പോകുന്നതായിരിക്കും അല്ലയോ? ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, ഇത്തരം മൊമെന്റ്സ് ഇതിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഈ മൊമെന്റ്സിലാണ് നമുക്ക് ശരിക്കും തോന്നുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാകുന്നു. നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇടയ്ക്ക് 90 ഡിഗ്രി ഡെസിബൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടെൻഷൻ ആയിപ്പോയി. കാരണം എൻ്റെ സ്കൂൾ ലൈഫിലേക്ക് ഒന്ന് ചെറുതായിട്ട് പോയി പേടിച്ച്. പക്ഷേ ഒരുപാട് സ്കൂൾ മെമ്മറീസിലേക്ക് കൊണ്ടുപോയി കേട്ടോ. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. രചനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ഈ 90 ഡിഗ്രി ഡെസിബൽ, പിന്നെ കുറെ ആംഗിളിന്റെ കണക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ നിന്നൊക്കെ മാറിപ്പോയി. അതെ, അതെങ്ങനെയാ കൊമേഴ്സുകാരി അതെന്താ കണക്ട് ചെയ്യാൻ കാരണം? 10 വരെ സാമാന്യം നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. വെരി ഗുഡ്. പിന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന അത്ര ഈസി സബ്ജക്റ്റ് അല്ല, ഒട്ടുമല്ല. ഒട്ടും ഈസി അല്ലല്ലോ പഠിക്കാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്, കൊമേഴ്സ് എടുത്തിട്ട് ഇപ്പൊ സിംഗറായി നടക്കാണ്. കൊമേഴ്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പൊ സിംഗറാണ്. വെരി ഫേമസ് കർണാട്ടിക് ക്ലാസിക്കൽ സിംഗർ അഞ്ജലി. അടിപൊളി പെർഫോമൻസ്. താങ്ക് യു മാം. വെരി നൈസ്. അല്ല പിഷു, എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. അതായത് ഈ കുട്ടി അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് സംസാരിച്ച എന്നെ നോക്കിയില്ല. അതിന്റെ ഇടയ്ക്ക് ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ മാത്രം എന്നെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല. എന്താ അഞ്ജലി അങ്ങനെ? അത് പട്ടിയുടെ കാര്യമല്ല, ഡോഗ് ലവേഴ്സിന് ക്ഷമ ചോദിച്ചാൽ. അതായത് എനിക്കറിയാം താത്തയ്ക്ക് ചിലപ്പോൾ പട്ടി ഇഷ്ടമായിരിക്കും. അല്ല, വീട്ടില് ഒരുപാട് പട്ടിയുണ്ട്. വീരാനിക്കാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അറിയാൻ പാടില്ലേ? എനിക്കറിയാം, പുള്ളിനെ അറിയാം. താത്ത ശരിക്കും ഏതുവരെ പഠിച്ചു താത്ത? ഞാനിപ്പോ 10 കഴിഞ്ഞിട്ട് ഇതിന് പോയതല്ലേ, IAS പോയതല്ലേ. നേരിട്ട് പോകാൻ പറ്റിയോ? ഇല്ല, അവര് പറഞ്ഞു 10ാം ക്ലാസ് പാസ്സായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അല്ല അഞ്ജലി, അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നോ? IAS മോഹം? ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, അഞ്ജലി ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യാം. അതെ. ഓക്കെ, ബാങ്ക് എക്സ്പീരിയൻസസ് എങ്ങനെയുണ്ട്? ഞാന് മറ്റേ ബാങ്കിൽ എന്ന് പറഞ്ഞ ഫിനാൻസ് റോളാണ്. ശരി. അപ്പം ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. ഈ പിള്ളേരെ പറ്റി ഇപ്പൊ ഈ കാരണവന്മാര് ഒരുപാട് ഇങ്ങനെ പൊങ്ങച്ചം പറയണ കാര്യമില്ലേ, അത് എന്റെ വീടിന്റെ അടുത്ത് വരുത്തൻ ഈ മിമിക്രി കളിച്ചാടുന്നവനാ. അവൻ ഈ അമേരിക്കയിൽ പോയിട്ട് അവിടെ ചാടി കുറെ നാൾ കഴിഞ്ഞ് ഇപ്പൊ ഇവന്റെ അപ്പൻ ഈ നാട്ടിലന്ന് ISD ഫോണൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ നമ്മളവിടെ കടയിൽ ചെന്നപ്പോ ഇയാള് ഫോൺ ചെയ്യാണ് ആർക്കാണ്ടിനും, ചെറുക്കനെ സ്റ്റേറ്റ്സിൽ പോകണമെന്നൊരാഗ്രഹം. ഞാൻ അപ്പൊ തന്നെ വിസ എടുത്ത് അങ്ങോട്ട് വിട്ടു, പരിപാടിക്ക് പോയിട്ട് ചാടിയതാ. ജീവിതത്തിന്റെ പല ലക്ഷ്യങ്ങളും ഇനി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ ചേട്ടാ, വളരെ നന്നായിരുന്നു. നമുക്ക് വളരെ കണക്ട് ചെയ്യുന്ന കുറേ ഏരിയകൾ, സ്കൂൾ കാലഘട്ടം, പഠിക്കുന്ന കാലഘട്ടം, അവിടെയുള്ള ചെറിയ ചെറിയ അസൂയകൾ, ആ റോസമാൻഡിയൊക്കെ നമുക്ക് വളരെ കണക്ട് ചെയ്യാവുന്ന. ആ റോസമാൻഡി ഇല്ലാത്ത നാടില്ല. അവിടെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, അവിടെ പറയുക, ഇവിടെ പറയുക, അവരുടെ മക്കൾ നന്നായിട്ട് പഠിക്കും എന്ന് പറയുക, അങ്ങനെയുള്ള റോസമാൻഡിയൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. സൂപ്പറായി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ കണ്ടന്റ് പോലെ തോന്നിയായിരുന്നോ? അല്ലേ, നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ? അടിപൊളി. ഓക്കെ.
ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ പേര് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ ചേട്ടാ. ധൈര്യമായിട്ട് പറയൂ. അവളുടെ പേര് ദീപ്തി ചെറിയാൻ എന്നാണ്. അപ്പൊ നമ്മുടെ ആദ്യം ഇന്ദു പ്രസന്റ് ചെയ്ത കാര്യങ്ങളിലും ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞതിലൊക്കെ ആള് നിറഞ്ഞു നിൽക്കുവാണ്. ഞാൻ പറഞ്ഞത് അവളുടെ കഥകളാണ്. ഈ പറഞ്ഞ പോലെ കോപ്പി അടിക്കുക, ഇപ്പൊ കൊമേഴ്സ് പഠിച്ചു, ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അതൊക്കെ എന്റെ ഒരു സുഹൃത്തുണ്ട് ദീപ്തി. ഞാൻ അവളെ ഒന്ന് ഓർക്ക് ചെയ്യണം. അഞ്ജലി കോപ്പി അടിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ ഉണ്ടോ? അല്ല ശരിക്കും ബികോം കഴിഞ്ഞ് എന്താ പഠിച്ചേ? ബികോം കഴിഞ്ഞ് MBA ചെയ്തു, ബാങ്കിൽ കയറി. സൂപ്പർ, ഓക്കെ, വെരി ഗുഡ്. സീസൺ 4 പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് funsuponnatime@gmail.com മെയിൽ ചെയ്യുക.